പ്രിയപ്പെട്ടവരെ, ഞായറാഴ്ചയാണ്. വളരെ സീരിയസ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഇതിൽ തമാശയുടെ ഒരു തരി പോലും ഉണ്ടാകില്ല. നമുക്കറിയാം, ഈ വഖഫ് ഭേദഗതി നിയമം പാർലമെൻറ്റിൻ്റെ 2 സഭകൾ പാസ്സാക്കി. രാഷ്ട്രപതി തുല്യം ചാർത്തേണ്ട ബാക്കിയേ ഉള്ളൂ. പിന്നെ അത് ഗസറ്റിൽ നോട്ടിഫൈ ചെയ്യണം. ഗസറ്റിൽ നോട്ടിഫൈ ചെയ്താൽ വഖഫ് നിയമത്തിൽ പണ്ടുണ്ടായിരുന്ന പല വ്യവസ്ഥകളിലുണ്ടാവും. ഞാനിപ്പോൾ അതിൻ്റെ തലനാരിഴ കയറി എന്തെങ്കിലും ഒരു ചർച്ചയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഒരു നിയമനിർമ്മാണത്തിലൂടെ കേന്ദ്ര സർക്കാർ എന്താണ് ഉന്നം വയ്ക്കുന്നത്? അതിന് ദേശീയ രാഷ്ട്രീയത്തിൽ എന്ത് പ്രതിഫലനം ഉണ്ടാകും, കേരള രാഷ്ട്രീയത്തിൽ എങ്ങനെ പ്രതിധ്വനിക്കും എന്ന് മാത്രമാണ്. ഏതായാലും ആ ഭേദഗതി നിയമം പാസ്സായി. ആ ദേശീയ രാഷ്ട്രീയത്തിൽ ഇത് ഉണ്ടാക്കാൻ പോകുന്ന ഒരു മാറ്റം എന്തെന്ന് വെച്ചാൽ, നേരത്തെ തന്നെ BJP ഹിന്ദുത്വത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളൊരു പാർട്ടിയാണ്. അപ്പോൾ മുസ്ലിം ലീഗിലെ പരമാവധി അന്യവൽക്കരിക്കുക എന്നുള്ള അവരുടെ ഒരു ലക്ഷ്യമാണ്. കാരണം ഈ രീതിയിലൊരു സാമുദായിക ധ്രുവീകരണം ഉണ്ടെങ്കിൽ മാത്രമേ പാർട്ടിക്ക് പിടിച്ചേക്കാൻ പറ്റൂ. അതിനുവേണ്ടി ചെയ്ത ഒരു പുതിയ കാൽവെപ്പാണ് ഈ നിയമ ഭേദഗതി എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയത്തിനും ഒരവകാശമില്ല. അല്ലാണ്ട് മുസ്ലിങ്ങളുടെ വഖഫ് സ്വത്തുക്കളൊക്കെ സംരക്ഷിച്ച് കളയാം, അതെല്ലാം രേഖയിൽ കൊണ്ടുവരാം എന്ന ഒരു ഉദ്ദേശമേ ഇതിലില്ല. പറയുന്നത് മറിച്ചാണ് എങ്കിൽ പോലും അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ മതേതര കക്ഷികളായിട്ട് ഭാവിക്കുന്ന ജനതാദൾ യുണൈറ്റഡും തെലുങ്ക് ദേശം പാർട്ടി പിന്നെ ലോക് ജനശക്തി പാർട്ടിയുമൊക്കെ നിവൃത്തിയോടുകൊണ്ടായിരിക്കും എങ്കിൽ പോലും പാർലമെൻറ്റിൽ ഈ ഭേദഗതിയെ അനുകൂലിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. മറുഭാഗത്ത് മറ്റെന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും കോൺഗ്രസും ഇടതുപക്ഷ പാർട്ടികളും DMK, NCP, നമ്മുടെ മതേതര ശിവസേന, തൃണമൂൽ കോൺഗ്രസ്, എന്തിന് ബിജു ജനതാദൾ അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി, അതുമല്ലെങ്കിൽ നമ്മുടെ YSR കോൺഗ്രസ് പോലുള്ള പാർട്ടികളൊക്കെ ഈ ബില്ലിനെ ഭേദഗതിയെ എതിർക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ പ്രതിപക്ഷത്ത് ഒരു തരത്തിലുള്ള ഒരു ഐക്യം ഉണ്ടായിരിക്കും. ഭരണപക്ഷത്ത് പാർട്ടികൾ തമ്മിലുള്ള ബന്ധം കുറേ കൂടി സുദൃഢമായിരിക്കും. ഇതാണ് ഇതിൻ്റെ ഒറ്റ നോട്ടത്തിൽ കാണുന്ന ഒരു വ്യത്യാസം. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വഖഫ് ബില്ല് പാസ്സാക്കിയാൽ മതിയിൽ പോരെ എന്ന് ചിലരെങ്കിലും സംശയിച്ചിരുന്നു. BJP തന്നെ ഉണ്ട്. പക്ഷേ അതൊന്നും വിഷയമല്ല. ഈ ഒരു ധ്രുവീകരണം തന്നെയാണ് ബീഹാറിലാണെങ്കിലും വേറെ എവിടെയാണെങ്കിലും ജയിക്കാൻ ഏറ്റവും എളുപ്പം എന്നുള്ള കാര്യം അമിത്ഷായ്ക്കും അറിയാം, നരേന്ദ്രമോദിക്കും അറിയാം. അതുകൊണ്ടാണ് ഇങ്ങനൊരു ഭേദഗതി ഇത്ര തിടുക്കപ്പെട്ട് ഈ ബഡ്ജറ്റ് സെഷൻ തീരുന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം അവതരിപ്പിച്ച് പാസ്സാക്കിയെടുത്തത്. അതാണ് ഇതിൻ്റെ ദേശീയ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യേകത. സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ സംഗതി വളരെ വ്യത്യസ്തമാണ്. ഇവിടെ ഈ ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന 2019 മുതൽക്ക് വളരെ ചെറിയ തോതിൽ ആരംഭിച്ച് സാമാന്യമായിട്ട് വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു സംശയവും ഭയവും ഇപ്പോൾ കൂടുതൽ രൂക്ഷമായിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ സാമുദായികവും സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള പ്രത്യേകത. ഇവിടെ എല്ലാ മുസ്ലിങ്ങളും വിചാരിക്കുന്നത് ഈ വഖഫ് നിയമ ഭേദഗതിയിലൂടെ കേന്ദ്ര സർക്കാർ ഞങ്ങളെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നു. കാരണവന്മാരായിട്ട് ഉണ്ടാക്കിയ വസ്തുക്കൾ, ദൈവികമായൊരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് സമർപ്പിച്ച സ്വത്ത് ഈ വിരുദ്ധന്മാരും അന്യസമുദായക്കാരും തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു. കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ അതിന് വേണ്ട സഹായം ചെയ്തു കൊടുക്കുന്നു, ഒത്താശ ചെയ്യുന്നു എന്നുള്ളതാണ്. അതിനെന്തുമാത്രം ശരിയുണ്ട് തെറ്റണമെന്നുള്ള വേറെ കാര്യം. പക്ഷേ അവരങ്ങനെ വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു സന്ദർഭത്തിൽ അവരോടൊപ്പം നിൽക്കും എന്നവർ പ്രതീക്ഷിക്കുന്ന വിഭാഗങ്ങൾ നേരത്തെ പറഞ്ഞ മതേതര കക്ഷികളാകാം, അല്ലെങ്കിൽ ഇടതുപക്ഷ കക്ഷികളാകാം, അതുമല്ലെങ്കിൽ മറ്റ് ജാതി സമുദായങ്ങളായിരിക്കും. ഇവർ ഗണ്യമായൊരു ഭാഗം അവർ ഒരു തരത്തിലും സഹകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇവർക്ക് തുരങ്കം വയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. ഇപ്പോൾ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട സാമുദായിക സംഘടനകളായത് തന്നെ വഖഫ് നിയമത്തെക്കുറിച്ച് ഒരു വാക്കുപോലും വിട്ടിട്ടില്ല. അവരൊക്കെ ഉള്ളുകൊണ്ട് ഇതിൽ സന്തോഷിക്കുന്നവരാണ് എന്ന കാര്യം വ്യക്തമാണ്. ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിൽ വളരെ സമരോത്സുകമായ രീതിയിൽ, മുമ്പ് ഒരിക്കലും ഇല്ലാത്ത രീതിയിൽ BJP സർക്കാരിനെ പിന്തുണയ്ക്കുകയും അതിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ഭേദഗതിക്ക് എതിരെ വോട്ട് ചെയ്യാൻ, ഭേദഗതിയെ അനുകൂലിച്ച് വോട്ട് ചെയ്യാൻ കേരളത്തിൽ നിന്ന് ജയിച്ചു പോയ MP മാരോട്, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ MP മാരോട് ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ ഒരു സാഹചര്യം എന്ന് വെച്ചാൽ വളരെ ഗുരുതരമാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യാഘാതം എന്ന് വെച്ചാൽ, മുസ്ലിങ്ങൾ വിചാരിക്കുന്നു ഞങ്ങളുടെ സ്വത്ത് തട്ടിപ്പറിക്കാൻ ക്രിസ്ത്യാനികൾ കൂട്ടുനിൽക്കും. പലരും പ്രതികരിക്കുന്നത് വളരെ സഭ്യതരമായ ഭാഷയിലും കൂടിയാണ്. മുസ്തഫ മുണ്ടുപാറ എന്ന് പറഞ്ഞൊരു മഹാൻ ഇത് ഹിറ്റ്ലറെ സഹായിച്ച അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ക്യാമ്പുകളുണ്ടാക്കി
നാസികളെ അനുകൂലിച്ച കത്തോലിക്ക സഭയുടെ നിലപാടുമായിട്ടൊക്കെയാണ് താരതമ്യം ചെയ്തത്. പലരും ആ രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തുന്നുണ്ട്. ക്രിസ്ത്യാനികൾ ഏത് കാലത്ത് ഒറ്റുകാരായിരുന്നു, അവർ ബ്രിട്ടീഷുകാരുടെ പാദസേവകരായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടി കഴിയുമ്പോൾ കോൺഗ്രസിനെ പിന്തുണക്കാൻ തുടങ്ങി. ഇപ്പോൾ BJP അധികാരത്തിൽ വന്നപ്പോൾ അവരുടെ ആ ചെരുപ്പ് നക്കുന്ന പരിപാടിയാണ് ചെയ്യുന്നതെന്നൊക്കെ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ പല മുസ്ലിമീങ്ങളും അടിച്ചുവിടുന്നുണ്ട്. നേരെ മറിച്ച് ക്രിസ്ത്യാനികളാണെങ്കിൽ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ പണം കൊടുത്ത് വാങ്ങിയ വസ്തു മുൻപത്തെ ഉദ്ദേശിച്ചാണ് അത് തട്ടിപ്പറിക്കാനുള്ള ശ്രമമാണ് വഖഫിൻ്റെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വഖഫ് ഭീകരത എന്നുള്ള രീതിയിൽ പ്രചരണം അവർ നടത്തും. കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും കൈവിട്ട ഞങ്ങളെ BJP സഹായിച്ചു എന്നാണ് ഏറ്റവും കുറഞ്ഞ മുൻപത്തെ ലത്തീൻ കത്തോലിക്കരെങ്കിലും വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് സമരപ്പന്തലിൽ വന്ന രാജീവ് ചന്ദ്രശേഖരൻ, അതുപോലെ തുഷാർ വെള്ളാപ്പള്ളിക്കും അവരുടെ കൂടെ നടന്ന ഷോൺ ജോർജിനുമൊക്കെ വളരെ ഊഷ്മളമായ സ്വീകരണം ലഭിച്ചത്. ആ സമരപ്പന്തലിൽ വെച്ച് തന്നെ ഏതാണ്ട് 50ഓളം പേർ BJPയിൽ മെമ്പർഷിപ്പ് എടുത്തു എന്നുള്ളതാണ്. എത്ര ആൾ മെമ്പർഷിപ്പ് എടുത്തു എന്നുള്ളതല്ല, ആ ഒരു വികാരത്തിലേക്ക് ഇവരെത്തി എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ഇങ്ങനെ വലിയ ഒരു ധ്രുവീകരണം ഉണ്ടായിരിക്കുന്നു. മാത്രമല്ല, ഇങ്ങനെ ഒരു പരിണതിയിൽ എത്തിച്ചതിന് പ്രധാന പങ്ക് വഹിച്ചത് ഇടതുപക്ഷ സർക്കാരും മറ്റുമൊക്കെ ആണെങ്കിൽ പോലും ഇവർക്ക് കലി അഥവാ കലിപ്പ് ഉള്ളത് കോൺഗ്രസിനോടാണ്. കാരണം കോൺഗ്രസിൻ്റെ കാലത്താണ് ഈ വഖഫ് നിയമം ഉണ്ടായത്. നരസിംഹറാവുവാണ് അത് ആദ്യം ഭേദഗതി ചെയ്തത്. മൻമോഹൻ സിംഗാണ് അതിൽ കൂടുതൽ കർശനമായ വ്യവസ്ഥകൾ ചേർത്തത്. അങ്ങനെയാണ് ഈ മുനമ്പത്തുകാർ ഇന്നത്തെ അവസ്ഥയിലെത്തിയത് എന്നുള്ളതാണ് അവരുടെ വിശ്വാസം. അതുകൊണ്ട് ഇടതുപക്ഷത്തിന് പ്രത്യേകിച്ച് ലാഭമില്ല, നഷ്ടമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം കിട്ടാനായിട്ട് ഒന്നുമില്ല, പോകാനായിട്ട് ഒന്നുമില്ല. മറിച്ച് കോൺഗ്രസ്സിനാണ് ദോഷം. കാരണം ഏത് കാലത്തും ലത്തീൻ കത്തോലിക്കർ, ക്രൈസ്തവർ പൊതുവിലും ലത്തീൻ കത്തോലിക്കർ പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കാണ്. അതിലാണ് വലിയ വിള്ളലുണ്ടായിട്ടുള്ളത്. ഇവരെല്ലാം BJP ചേരുന്നതല്ല ഞാൻ പറഞ്ഞത്. വളരെ കുറച്ച് പേരെ BJPയിൽ ചേരുകയുള്ളൂ, അല്ലെങ്കിൽ BJPക്ക് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുള്ളൂ. പക്ഷേ ഇവർ കോൺഗ്രസിൽ നിന്നും അകന്നു പോയിരിക്കുന്നു, UDFിൽ നിന്നും അകന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. സത്യത്തിൽ ഈ UDF നേതാക്കന്മാർ, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാവ്, പ്രതിപക്ഷ നേതാവ് VD സതീശനൊക്കെ മുൻപത്തി എന്ന് ഇതൊരു വിഷയമേ അല്ല, ഇത് വഖഫല്ല, വഖഫ് നിയമം ഇതിന് ബാധകമല്ല, വഖഫ് നിയമ ഭേദഗതി വേറെ, മുൻപത്തെ വിഷയം വേറെ എന്നൊക്കെ പറഞ്ഞ് ഒരു വിധത്തിൽ ഇവരെ സമാധാനിപ്പിച്ച് സാന്ത്വനിപ്പിച്ച് നിന്നാണ്. ലീഗുകാരും ആദ്യം ഈ സ്റ്റാൻഡാണ് എടുത്തത്. പിന്നെ ഈ INLകാരും PDPക്കാരും പോപ്പുലർ ഫ്രണ്ടുകാരും മാത്രമാണ് ഇത് വഖഫാണ്, അവിടെ താമസക്കാരെ ഒഴിപ്പിക്കണം, ഈ വസ്തു ഫാറൂഖ് ഉളന് വിട്ടുകൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് ശക്തമായൊരു നിലപാട് എടുക്കേണ്ടിയിരുന്ന പാർട്ടി മുസ്ലിം ലീഗാണ്. കാരണം ഈ UDFനെ UDF ആക്കി നിലനിർത്തേണ്ടത് ലീഗിൻ്റെ ആവശ്യമാണ്. 10 കൊല്ലമായിട്ട് ഇപ്പോൾ അധികാരത്തിന് പുറത്താണ്, 9 കൊല്ലം കഴിഞ്ഞു, 10ാമത്തെ കൊല്ലത്തിലേക്ക് പ്രവേശിക്കും. അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭത്തിൽ UDFിൻ്റെ ഒരു പ്രധാന വോട്ട് ബാങ്കായ ലത്തീൻ കത്തോലിക്കരെ അകറ്റുക എന്നുള്ള ആത്മഹത്യാപരമാണ് എന്ന കാര്യം ലീഗുകാർക്കറിയാം. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഇത് വഖഫാണ്, വഖഫ് തന്നെയാണ് എന്ന് ഉറപ്പിച്ച് പറഞ്ഞ ആരാണ്? E.T. മുഹമ്മദ് ബഷീറാണ്. ബഷീർ അത് പറഞ്ഞതാണ് ഈ കഥയിലെ ഒരു ടേണിംഗ് പോയിൻ്റ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനുശേഷം ലീഗിൻ്റെ ഒരു നേതാവിനും പഴയ പോലെ ആർജവത്തോടുകൂടി ഇത് വഖഫല്ല, ഈ മത്സ്യത്തൊഴിലാളികൾ അവിടെ സ്ഥലം തീർവാങ്ങിച്ചവരാണ്, അവർക്ക് അവിടെ തുടരാനുള്ള അർഹതയുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. പിന്നീട് ഇവർ പറയുന്നത് മുഴുവനും എങ്ങനെയാണ്, ഇത് വഖഫാണ്, പക്ഷേ അവിടെ നിന്ന് ആരും ഇറക്കി വിടുകയില്ല, അല്ലെങ്കിലും അവരാരും അവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ലെന്ന് അവർക്കും അറിയാം, നമുക്കും അറിയാം, ഇത് പറയുന്നത് ലീഗുകാർക്കും അറിയാം. പക്ഷേ മുസ്ലിം ലീഗ് ഈ ഞഞ്ഞാൻ പിഞ്ഞാൻ പറഞ്ഞതുകൊണ്ടാണ് സത്യത്തിൽ ഈ ഒരു പരിണതിയിലേക്ക് എത്തിയത്. എന്ന് മാത്രമല്ല, കത്തോലിക്ക സഭ ഇത്ര ശക്തമായ നിലപാട് ഒരു ഭാഗത്തെടുക്കുമ്പോൾ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഇവർ തയ്യാറായിരുന്നില്ല. എന്ന് മാത്രമല്ല, കോൺഗ്രസിൻ്റെ MP അവരുടെ മനസാക്ഷിക്കെതിരായിട്ട് വഖഫിന് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത്. വഖഫ് നിയമ ഭേദഗതി തള്ളിക്കളയണം, അതിന് യാതൊരു ഭേദഗതിയും വരുത്താൻ പാടില്ല എന്നാണ് അവർ പറഞ്ഞത്. സത്യത്തിൽ ഭേദഗതി ചെയ്യേണ്ട എത്രയോ വ്യവസ്ഥകൾ അതിൻ്റെ അകത്തുണ്ട്. ഈ വഖഫ് ബോർഡിൻ്റെ കേന്ദ്ര കൗൺസിലിൽ മുസ്ലിങ്ങളെ കൊണ്ടുവരുന്നതിനെ എതിർക്കാം, അല്ലെങ്കിൽ ഇസ്ലാം മതം സ്വീകരിച്ച് 5 കൊല്ലം കഴിഞ്ഞതിന് ശേഷമേ ഒരാൾ വഖഫ് ചെയ്യാവൂ എന്ന വ്യവസ്ഥയൊക്കെ എതിർക്കേണ്ടതാണ്, യാതൊരു സംശയമില്ല. പക്ഷേ അതിന് പകരം വഖഫ് സ്വത്തുക്കളെല്ലാം രജിസ്റ്റർ ചെയ്യണം എന്ന നിബന്ധനയെ എതിർക്കും, അല്ലെങ്കിൽ സർക്കാർ സ്വത്തുകളിൽ വഖഫാണ് എന്ന അവകാശവാദം ഉന്നയിക്കാൻ പാടില്ല എന്ന വ്യവസ്ഥയെ എതിർക്കും. അതുമല്ലെങ്കിൽ ഈ കാലാകാലങ്ങളായിട്ട് നിലനിൽക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ കാണുന്ന സ്ഥലമൊക്കെ വഖഫിൻ്റെ ആണ് എന്ന് പറഞ്ഞാൽ അല്ല എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം കൈവശക്കാരൻ്റെയാണ് എന്ന വ്യവസ്ഥ, അതൊക്കെ മാറേണ്ട സമയം പണ്ടേ കഴിഞ്ഞു. അതിനെയൊക്കെ ന്യായീകരിക്കാൻ പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും? ഈ നാട്ടിലെ ആളുകളൊക്കെ അരിയാഹാരം കഴിക്കുന്നവരാണല്ലോ, അവർ വെറും വിഡ്ഢികളോ പൊട്ടന്മാരൊന്നുമല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു നിലപാട് സ്വീകരിച്ചതുകൊണ്ടാണ് സത്യത്തിൽ ഇങ്ങനെ ഒരു വലിയ വിപര്യം ഉണ്ടായത്.
ഈ മുനമ്പത്തിൻ്റെ വിഷയം ആളിക്കത്തിക്കാതെ അത് നേരത്തെ തന്നെ തീർത്തിരുന്നെങ്കിൽ യു ഡി എഫിന് ഇന്നത്തെ ഒരു രാഷ്ട്രീയമായ തിരിച്ചടി ഉണ്ടാകുമായിരുന്നില്ല. ഏതായാലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. അതിൻ്റെ പുറകെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പും ഉണ്ടാവും. മൂന്നാം പിണറായി സർക്കാർ വന്നേ തീരൂ എന്ന നിർബന്ധം ലീഗുകാർക്കും അതുപോലെ കോൺഗ്രസ്സുകാർക്കുമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അവരുടെ ശവപ്പെട്ടിയിൽ അവർ തന്നെ ആണിയടിക്കുന്ന രംഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നടക്കട്ടെ, ഇത് എവിടം വരെ പോകും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.